ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇനോഗ്രേഷൻ ആയിരിക്കാം. ഇനോഗ്രേഷൻ അതല്ല, ഞാൻ സെലിബ്രിറ്റികളുടെ ഇനോഗ്രേഷനാണ് പറഞ്ഞത്, ഓരോ ഫങ്ഷൻസും കാര്യങ്ങളും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് ഒരു ഇതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഫിലിം, പിന്നെ സോങ്സ്, പിന്നെ ഓതർ ആക്ടിവിറ്റീസ്, പിന്നെ റിയൽസ്, ക്രിയേറ്റിവിറ്റീസ്, പിന്നെ ഓരോ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊളാബായി വരുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഒരു സംഭവം തന്നെ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ലെവലിൽ നമ്മൾ ഈ ഇടയിൽ കണ്ട ഒരു എക്സാമ്പിൾ മാത്രം പറയാം. അപ്പോൾ നമുക്കൊരു കളക്ടറിൻ്റെ കുറേ കാര്യങ്ങൾ, വീഡിയോസും ഇതൊക്കെ കണ്ടു. അപ്പോൾ അതിന്ന് പെട്ടെന്ന് ഒരു ഇൻസ്പിറേഷൻ മറ്റുള്ള പീപ്പിൾസിനോ അല്ലെങ്കിൽ മറ്റുള്ള അനിയന്മാർക്കോ അനിയത്തിമാർക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഇതിനോ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ആപ്പ് വഴിയാണ്. ആ സോഷ്യൽ മീഡിയ കൂടെ ആളുടെ കാര്യങ്ങളെല്ലാം കണ്ടു. വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ആളുടെ വീഡിയോസും ക്രിയേറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുത്ത ഒരു ക്രിയേറ്റിവിറ്റി അപ്ലോഡ് ചെയ്യുമ്പോൾ മറ്റുള്ള എല്ലാ ആൾക്കാരും ആളുടെ റിയാലിറ്റിയിലുള്ള ഇത് കണ്ടു. പെർഫോമൻസ് വിത്ത് ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു നല്ലൊരു ക്വാളിറ്റി. കളക്ടർ എപ്പോഴെങ്കിലും കേൾക്കുമായിരിക്കും. കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടിയിട്ട് ഏട്ടൻ. അപ്പോൾ ആള് കേൾക്കുമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ് ഐഡിയോളജി. കളക്ടറിൻ്റെ ഐഡിയോളജി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കണ്ടു. അത് പ്രേക്ഷകർക്ക് ഇഷ്ടമായി. പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഈ പൊസിഷനിൽ ഇരിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഈ ഏജിനേക്കാൾ താഴെയുള്ള ഫ്രണ്ട്സും, അതായത് ബോയ്സ് ആവാം, ഗേൾസ് ആവാം, അല്ലെ ഫാമിലി ആവാം, അങ്ങനെ. അപ്പോൾ അവർ കണ്ടപ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷൻ വിത്ത് എനർജി ബൂസ്റ്ററായി ഈ കളക്ടറിൻ്റെ വീഡിയോസും കാര്യങ്ങളും. അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊരു ഇമ്പാക്റ്റും ഇതൊന്നും കാണില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയോളജി വർക്ക് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് അതൊരു എനർജി ഫീൽ ചെയ്യും. അവർക്ക് അതൊരു മോട്ടിവേഷനാണ്. അത്രമാത്രമാണ് ഈ ഇടയിലുണ്ടായ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഫോർ കളക്ടർ സാറിൻ്റെ പെർഫോമൻസ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വന്നത്. അതാണ് എനിക്കിഷ്ടപ്പെട്ടത്. അതൊന്ന്. പിന്നെ ഞാൻ ഒന്നാമത് സച്ചിൻ്റെ ഫാനാണ്. സച്ചിൻ്റെ ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഞാൻ ചെറുപ്പം മുതലേ സച്ചിനെ കുറിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായി എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ലൈവായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്, പ്രോസസ്സിങ്ങാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സച്ചിൻ ഈസ് എ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്ന് പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പെൻഡിങ് ചെയ്ത ടൈം കൂടുതൽ ക്രിക്കറ്റിന് വേണ്ടിയിട്ടാണ്. പീപ്പിൾസിന് ഹാപ്പിനെസ് വിത്ത് മോട്ടിവേഷൻ, ഓൾ പീപ്പിൾസിൻ്റെ ജനറേഷനും അതൊരു ക്രിയേറ്റിവിറ്റിയും, പിന്നെ മോട്ടിവേഷൻ വിത്ത് മോട്ടിവേഷൻ മാത്രമല്ല ഇൻസ്പിറേഷൻ ഫോർ ദ ന്യൂ പ്ലെയേഴ്സ്. കാരണം അവർക്ക് ന്യൂ പ്ലെയേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെ എത്ര മോട്ടിവേഷൻ കിട്ടുമോ, അല്ലെങ്കിൽ അവർ ലീഗിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ കൂടി നമുക്ക് എത്ര ഉയരങ്ങളിലേക്ക് കയറി വരാമെന്നും കൂടി സച്ചിൻ പഠിപ്പിച്ചു. അപ്പം അത് മാത്രമല്ല, പിന്നെ സച്ചിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരാതെയും അല്ലെ ഓവർ നമ്മൾ ഹാപ്പിനെസ് ആകാതെ ഒരു മിഡിൽ ലെവലിൽ നിൽക്കുക. നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കൽ ഒരു ഔട്ട് ആവുന്നു, അല്ലെ ഒരു ബോളറിനെ ചേസ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ബോളർ നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഡൈവ് ചെയ്ത് വിടുമ്പോൾ അത് ചിലപ്പോൾ അറ്റാക്ക് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഒരു സങ്കടവും അല്ലെങ്കിൽ ഒരു 6 പോകുമ്പോൾ ഒരു ഹാപ്പിനെസ് വരും. പക്ഷെ അതൊരു മിഡിൽ ലെവലിൽ കൊണ്ടുപോയാലാണ് നമുക്ക് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ടോപ്പ് ലെവലിൽ കയറി പോകാൻ പറ്റും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ സച്ചിനെ സംബന്ധിച്ചോളം പിച്ചിൽ ഓവറായിട്ട് അങ്ങോട്ട് റേസ് ആകാൻ നിൽക്കില്ല. റേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട് ആക്ടിവിറ്റി അതന്നെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ സച്ചിൻ വിരാട് കോഹ്ലി സാർക്ക് ബാറ്റ് കൊടുക്കുന്നത്. വിരാട് കോഹ്ലി സാറെന്നല്ല, ഈസ് എ ക്യാപ്റ്റൻ ഓഫ് ഇന്ത്യ. അപ്പോൾ അതും ഇൻസ്പിറേഷൻ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നത് ചാനലിലൂടെയാണ്. അത് പിന്നെ സോഷ്യൽ മീഡിയാസിൽ വരുന്നു. അതിനെ ഷോർട്ട് ആക്കിയിട്ട് അതിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നു. അതിന് ഇൻസ്പിറേഷൻ ചെയ്യുന്നു, അതേമാതിരി മോട്ടിവേഷൻ ചെയ്യുന്നു. പീപ്പിൾസിനെ സംബന്ധിച്ചോളം അവർക്ക് ഹാപ്പിനെസ്, കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ ഇത് കണ്ടിട്ട് അതേമാതിരി
എന്താണ് നമ്മ എന്താ പറയുക ആക്ടിങ് ചെയ്യുന്ന പോലെ അവരും ഇപ്പം ഒരു പ്ലെയറിനെ കണ്ടിട്ട് എനിക്കും അതേമാതിരി ആണെന്ന് പറഞ്ഞിട്ട് കൂടുതൽ പിള്ളേരും അതേമാതിരി എന്താ ക്രിയേറ്റ് ചെയ്യുകയാണ്. പിള്ളേരെന്ന് പറഞ്ഞെങ്കിൽ വേറെ ഒന്നുമല്ല, ചിൽഡ്രൻസ് വിത്ത് സ്റ്റുഡൻസ് വിത്ത് പിന്നെ ന്യൂ പ്ലെയേഴ്സ് വരെ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം പ്രോസസ്സിങ് ആകുന്നത് സോഷ്യൽ മീഡിയ ആപ്പ് വഴിയാണ്. അപ്പോൾ ഈ ആപ്പ് തന്നെ ഞാൻ മൊത്തത്തിൽ പർച്ചേസ് ചെയ്യാനുള്ള വലിയൊരു ബിഗ് പ്ലാനിങ് ആണ് ഇട്ടിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫുൾ ഓണർഷിപ്പും വിജയ് സാറിനെ കൊണ്ട് തന്നെ എടുപ്പിക്കാനുള്ള ഒരു ബിഗ് പ്ലാനാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള സൂര്യ സാറും വേറെ ടീമുണ്ട്, അല്ലു അർജുൻ, രാം ചരൺ, വേറെ അങ്ങനെ ഒരുപാട് പേര് എനിക്ക് എടുത്തു പറയാൻ അറിയില്ല, അങ്ങനെ ഉള്ള സെലിബ്രിറ്റീസ് ഉണ്ട്. പിന്നെ വിരാട് കോഹ്ലിനെയൊക്കെ ഇതിൻ്റെ മെയിൻ പ്രൊമോട്ടേഴ്സ് തന്നെ ആക്കി നിർത്താം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഒരു മാച്ചോ അല്ലെങ്കിൽ വല്ല ഇനോഗ്രേഷനോ അല്ലെങ്കിൽ വിത്ത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ, ഇപ്പോൾ വിരാട് കോഹ്ലി ബൈക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, കാറ് ചെയ്യുന്നുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻറ്റിന് ഏറ്റവും ടോപ്പ് ലെവലിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു ആപ്പാണ് ഇൻസ്റ്റാഗ്രാം. അത് വിത്ത് പിന്നെ ഇൻസ്റ്റാഗ്രാം അല്ലാണ്ട് യൂട്യൂബ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫിലിമൊക്കെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു 10-100 ദിവസം അല്ലെങ്കിൽ 150 ദിവസം ഫിലിം തിയേറ്ററിൽ പോകും. അത് കഴിഞ്ഞാൽ നേരെ വരുന്നത് യൂട്യൂബിലേക്കാണ്. അതേമാതിരി യൂട്യൂബ് ചാനലിലാണ് ആദ്യമായിട്ട് നമ്മുടെ ഫിലിമിൻ്റെ ഏറ്റവും ഫസ്റ്റ് വെർഷനായിട്ട് ട്രയൽ റണ്ണ് കൊടുക്കുന്നത്. ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിമിൻ്റെ ഒരു ബേസിക് ലെവലാണ് റണ്ണിങ് ചെയ്യിപ്പിക്കുന്നത്. അതേമാതിരിയുള്ള ഒരു ബേസിക് റണ്ണിങ് ആണ് ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ. ഓക്കെ, ഡൺ. ഇത്ര മതി ഫ്രണ്ട്സ്.